വൈകുന്നേരം ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ നടക്കാൻ വേണ്ടി പോവാണ്. ഒരു പാടത്തേക്കൊക്കെയാണ് പോകുന്നത്. ഏതൊക്കെയോ സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയും പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പം ഞങ്ങൾ കുറച്ച് അധികം നടക്കാനുണ്ടായി. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് വഴിയരികത്തൊരു കൊയ്യക്ക മരം ഉണ്ടായി. ഞങ്ങളുടെ അവിടെ കൊയ്യക്ക എന്നാണ് പറയുക, അല്ലെങ്കിൽ പേരക്ക എന്നൊക്കെ പറയും. അപ്പം ഞങ്ങളത് പറിക്കാനൊക്കെ ട്രൈ ചെയ്ത്, പിന്നെ ഞങ്ങളുടെ ശിങ്കിടികൾ വന്ന് ഞങ്ങൾക്ക് ആ 2 കൊയ്യക്ക പറിച്ച് തന്നിട്ടുണ്ട്. ഭയങ്കര പുളിയുറുമ്പൊക്കെ ആയിരുന്നു, പക്ഷെ അവർ കഷ്ടപ്പെട്ട് അത് പറിച്ചൊക്കെ തന്നു ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അവരതൊക്കെ പറിച്ച് ഞങ്ങൾക്ക് തന്നു. നമുക്ക് 1-2 കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് തിന്നിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഒരു അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു അടിപൊളി സ്ഥലമാണിത്. ഇവിടെ ഭയങ്കര പാടവും മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് നല്ല സ്കൈയും നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ. കുറേ ഇങ്ങനെ വെള്ളമൊക്കെ പോലെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ ആ വ്യൂസൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ നടന്നു. പിന്നെ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി തോണി അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ വൈബ് അടിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമായിരുന്നു. മഴ പെയ്തത് കൊണ്ട് അടിപൊളിയായിട്ട് ഫുൾ വെള്ളമൊക്കെ നിറഞ്ഞ് എന്താ പറയുക, അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവർ കാര്യമായിട്ട് എന്തൊക്കെയോ ചർച്ചയിലാണ്. ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് വന്നിട്ട് റംബൂട്ടാനായിരുന്നു. റംബൂട്ടാൻ അവിടെ ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പം ഞങ്ങളത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആദ്യം പറിക്കാനൊക്കെ വിചാരിച്ചു. പിന്നെ ചോദിച്ചിട്ട് ഞങ്ങൾ 2 ഒപ്പിച്ചിട്ടുണ്ടായി. ഇങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ ജാതിക്ക കണ്ടിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ പറിക്കണ്ടെന്ന് പറഞ്ഞ് ആ വീട്ടിലെ അങ്കിളിനോട് ചോദിച്ചപ്പോൾ മൂപ്പര് ഞങ്ങൾക്ക് പറിച്ചൊക്കെ തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതെ. എന്നിട്ട് അപ്പൂപ്പ ഞങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടി പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു ആള്. പക്ഷെ ജാതിക്ക കഴിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. ഇനി ഞാൻ ജന്മത്തിൽ കഴിക്കില്ല സാധനം. പിന്നെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത മാന്നാനം പള്ളിയാണ്. കോട്ടയത്തുള്ള മാന്നാനം പള്ളിയിലോട്ട് പോയി. അവിടെ ആക്ച്വലി നല്ലൊരു വൈബായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഗാർഡൻ പോലത്തെ സംഭവങ്ങളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പിടിയൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ചുമ്മാ അവിടെ എല്ലാവരും കൂടെ ആയിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കറങ്ങി എല്ലാം കണ്ട്. നല്ല അടിപൊളി പ്ലേസാണ് അവിടെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വീണ്ടും പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവിടെ ഒരു നെല്ലിക്ക മരം. അത് ഞങ്ങൾ വെറുതെ വിട്ടില്ല. അത് എങ്ങനെയൊക്കെയോ ഞങ്ങൾ പറിച്ച്, അത് കുഞ്ഞതായിരുന്നു, പിഞ്ചായിരുന്നു. പക്ഷെ ഞങ്ങളത് എങ്ങനെയോ പറിച്ച് ലാസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇതിപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.